6 മാസം സസ്പെൻഷൻ, 6 മാസം തൊപ്പി. ഇതിനിടയിൽ 10-36 ട്രാൻസ്ഫർ, പല കോടതികളിലായി 5-6 കേസും. കൊള്ളാം. പക്ഷെ കുഞ്ഞിക്കണ്ണൻ സാറിന്റെ മുമ്പിലെ ഏറ്റവും യൂസ്ലെസ് ഫെലോ ആയിരുന്ന ഈ രാമവർമ്മ തമ്പാനോ, ഗുഡ് സർവീസ് എൻട്രി, സ്ഥാനക്കയറ്റം. എടാ, ഇന്നെ പൊസിഷൻ എന്താന്ന് നിനക്കറിയൂ? നഗരാതിർത്തിയിൽ 3-4 വീടായി, സെൽഫോണായി, ഇന്റർനെറ്റ് കണക്ഷനായി. സിറ്റിയിലോടുന്ന ലക്ഷറി പെർമിറ്റ് ഫോറിൻ വണ്ടികൾ 4 എണ്ണമായി. എന്തിന്? പുതുതായി സർവീസ് കയറുന്ന പിള്ളേർ അസൂയോടെ നോക്കുന്ന റോൾഡ് മോഡൽ ഡിവൈഎസ്പി തമ്പാനായി. ഒരേ ദിവസം സർവീസിൽ കയറിയ നീയോ വട്ടം ചുറ്റുന്നു, ഒരു സാധാ സർക്കിളായി. ഓ, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്താ വേണ്ടേ? ന്യൂ ഇയർ അല്ലടാ, ഒരു സ്മോൾ കൂടൊക്കെ ചെല്ലും. നിന്നെപ്പോലൊരു മാന്യം ചെയ്യാത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷാപ്പിൽ കയറി നാടൻ പട്ടയടിച്ചിട്ടുണ്ട്, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോർട്ടർമാരുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വബോധത്തിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാത്ത ചിലതും അത് നിനക്ക് മനസ്സിലാവത്തില്ല. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ സ്റ്റേഷനിൽ തന്തയില്ലാത്തരം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു നായിന്റെ മോന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. സെൽഫോണും കാറും കോപ്പും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ വല്ലവന്റെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കാനും കാല് തീരുമാനമൊന്നും എന്നെ കിട്ടത്തില്ല. അതൊക്കെ നീ ചെയ്താൽ മതി, നിനക്കത് പറ്റും. കാരണം BTC ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്നാപ്പ് ചെക്കന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ ഉറപ്പ് പോലും ഇല്ല നിന്റെ നട്ടലിന്. പക്ഷെ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിൽക്കും.